തലപതി വിജയ് നായകനാകുന്ന ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ജനനായകൻ എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ഗ്ലിംസ് ആണോ ടീസറാണോ ട്രെയിലറാണോ എന്താ വരാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ഫസ്റ്റ് റോർ എന്നാണ് അവർ അപ്ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അത് കാണുന്നതിന് ഒരുപാട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും അതുപോലെ തന്നെ ഒരുപാട് പേഴ്സണൽ കണക്ഷനും എല്ലാം ഉണ്ട്. അതിന് മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു കട്ട വിജയ് ഫാൻ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒപ്പം തൃശ്ശൂരിൽ നിന്നുള്ള എൻ്റെ റൂംമേറ്റ് ആയിട്ടുള്ള അശുതോഷ് ചേട്ടനുണ്ട്. പുള്ളിയും വിജയ് ഫാനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ ഇന്നുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു ഒഡിയാക്കാരനാണ്, എന്ന് വെച്ചാൽ ഒഡീഷക്കാരനാണ്, സോം സുന്ദർ സാഹോ എന്ന് പറയുന്ന പേരുള്ള, ഇച്ചിരി പാടാണ് പറയാൻ, എന്നാലും നമ്മുടെ സ്വന്തം ബ്രോയാണ്. പുള്ളിയും ഒരു കടുത്ത വിജയ് ആരാധകനാണ്. അപ്പം രണ്ട് വിജയ് ആരാധകൻ്റെ കൂട്ടത്തിൽ ഞാനും ഒരു ചെറിയ വിജയ് ആരാധകനും കൂടി ഇരുന്നുകൊണ്ടാണ് നമ്മൾ വീഡിയോ കാണാൻ പോകുന്നത്. 12 മണിക്കാണ് വീഡിയോ വരാൻ പോകുന്നത്. നാളെ അണ്ണൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ആദ്യം നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പം തീർച്ചയായിട്ടും ഹാപ്പി ബർത്ത്ഡേ വിജയ്. അപ്പം നമുക്ക് അങ്ങനെ തന്നെ അങ്ങ് തുടങ്ങാം. കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം നമുക്കതിൻ്റെ അഭിപ്രായം കാര്യങ്ങളെല്ലാം പറയാം. ഭയങ്കര എക്സൈറ്റഡ് ആണ്. പുള്ളിയുടെ രാഷ്ട്രീയ ഒരു കരിയറിലേക്ക് പുള്ളി കടക്കുകയാണ്. ലാസ്റ്റ് ഡാൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ആദ്യത്തെ അപ്ഡേറ്റ് തന്നെ കൊടുത്തത്. സോ ലാസ്റ്റ് ഫിലിമാണെന്നുള്ള രീതിയിലാണ് ഇപ്പം അത് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടി പുള്ളി നോക്കിയ ഒരു കരിയർ വെച്ച് നമുക്ക് പുള്ളിയെ സപ്പോർട്ട് ചെയ്യാം. ആസ് എ ഫാൻ പുള്ളി എന്ത് ചെയ്യുന്നോ അതിൽ ഐ എം ഹാപ്പി എന്ന് പറയുന്നൊരു കണ്ടീഷനിലാണ്. സോ ഈ ട്രെയിലർ എന്താവുമെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഈ പടം എന്താവുമെന്നും അറിയില്ല. പക്ഷേ 2-2.5 മണിക്കൂർ പുള്ളിയെ സ്ക്രീനിൽ കണ്ട് എൻജോയ് ചെയ്ത ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ടായിരുന്നു നമുക്ക്, അല്ലേ? സത്യമല്ലേ? തീർച്ചയായിട്ടും ഇത് നമുക്ക് നല്ലൊരു ഹാപ്പി മൊമെന്റ്സ് ആയിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം, എന്താണെന്ന് നോക്കാം. അപ്പോൾ അത് ഒരുപാട് ടൈമിൽ ഒരുപാട് സന്തോഷിച്ച ഒരു ടൈമായിരുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ ഒഡിയാക്കാരനോട് തന്നെ കുറച്ച് കാര്യം ചോദിക്കാം. आप कैसे फील कर रहा है विजय, तलपति विजय के बारे में? फर्स्ट आई वुड से इफ विजय सर आप ये लाइव तो नहीं, आपका ब्लॉग देख रहे हो तो सर हैप्पी बर्थडे फ्रॉम माय हार्ट. I'll say happy birthday again and sir happy birthday. If अगर आप चाहोगे तो मेरे को लेके विजय सर से मीट करवा दो. हाँ, मैं तो एक ही बार मैं देखने के लिए मैं ट्राई कर रहा हूँ. okay, but try for me. डेफिनेटली. अभी तो वीडियो बन चुका होगा. स्टार्ट हो गया लाइव. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മേ ബി വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് റിയാക്ട്. വെൽക്കം ടു സിനി പീഡിക. വീഡിയോ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് ആയോ ദൈവമേ. അപ്പോൾ നമുക്ക് എന്തായാലും ഓഡിയോ ഒക്കെ നമുക്ക് നോക്കിയിട്ട് റിയാക്ട് ചെയ്യുമല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഡൺ. The true leader. മലയാളം എഴുതിയിട്ടുണ്ടായിരുന്നല്ലേ? रोमांस. ब्रो स्पेशली मुझे मतलब वो ये मूवी का ना तलपति विजय का जो हैप्पी बर्थडे तलपति विजय. जननायकन. ये ट्यून सी मेरा फेवरेट. മലയാളം നമുക്ക് ഒറ്റ തവണ കൂടി കണ്ടാലോ? ഒറ്റ തവണ ഒറ്റ തവണ നിൽക്കത്തില്ല.
एक और बार देख लो. हाँ श्योर ब्रो. Sure? Okay. ഇവിടുന്ന് കാണുന്നില്ല കേട്ടോ. Uniform. With ninja. Anirudh. Anirudh. Anirudh musical. ജനനായകൻ. ജനനായകൻ. ആ വിജയ് നിൽക്കുന്ന ആ ഒരു പോസ്റ്റർ ഉണ്ടോ? അതന്ന് നെയ്വേലിയില് ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് 9/1/26. ജനുവരിയിലാണ് റിലീസ്. January 9. Man, That much time 26. we have to wait. വെയിറ്റ് करना पड़ेगा. എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഞാൻ പറയുന്നില്ല, ഞാൻ കേസല്ലേ ഫസ്റ്റ് ബോൾ റൊമാൻസ്. ഒഡിയ ആദ്മി ഒഡിയക്കാരൻ ബാത് കरूंगा. ഒഡിയക്കാരൻ സംസാരിക്കുന്നതായിരിക്കും. ഒഡിയ ലാംഗ്വേജിൽ നിങ്ങൾക്ക് മനസ്സിലായി അത്രേ ഉള്ളൂ. ओडिया में बोलूँगा. ओडिया में बोल. Your fans will. ഓക്കെ. फास्ट मु कहबी विजय थालापति मु तांकर डायहार्ड फैन. सेकेंड कथा है भाई एठी मिल जाइछन्ती मते माने एमती गोटे लोक मो भलिया पूरा डिटो जे कि सी माने पूरा पागल माने 12टा बाजिया को थिला 10-15 मिनट खंडे थिला. मु जतले आसिली मु बाहर जाइतिली रूम जतले आसिली माने से पूरा नाचुचंदी. भाई कौन है ना से कहते आज कौन जान मु कहली कौन मु तो ये मुझे ध्यान देनी माने ये माने अथिला मनरे किंतु मुझे ध्यान देनी भावुली कौन गोटे हो कारण आज सैटरडे ना सैटरडे नाइट पार्टी भी हो तो काली संडे मुझे संडे टी शोबे ये करिए से करिए मुझे से कहले ब्रो काली आम विजय थालापति बर्थडे अच्छी एंड आज गोटे फिल्म रिलीज हम जोटा ट्रेलर रिलीज हम आउ बहुत हैप्पी ब्रो माने तू एटा देखियो ना माने पूरा खुशी हो मुझे हाँ ठीक है माने पूरा तापर आम पूरा सेटअप वेटअप लगिगलु भाई ब्लॉग करिए बोली तापरे एबे स्टार्ट करिछि से मते पचारुचंदी माने से तो केवल मुझे ओडिया रे कहूँ से तो बुझी भी पारिबेनी. मैं ये बोल रहा हूँ कि मैं तो ओडिया में बोल रहा हूँ आप लोग तो कुछ समझ नहीं पा रहे हो फिर भी बोल दे रहा हूँ. अगर कोई ओडिया जनता देखेगा ना ब्लॉग तो उसको भी अच्छा लगेगा. तो वही है एबे ट्रेलर देखिलु भयंकर लगिला किंतु गोटे मन दुख हो गला जनवरी 1 सॉरी 2026 जनवरी 6 रे रिलीज हो. देखा जाऊ ट्रेलर तो देखिकी लगुच पूरा लुमटा कर दब पूरा कस खतरनाक बाल बोबाल. अबे भाई को दूसरी भाई कौन कह शुणी പുള്ളി എന്താ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും എന്താ വലിയ കാര്യമായിട്ടാണ് പറഞ്ഞതെന്ന് മനസ്സിലായി. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ ഓഫാക്കി കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞതെന്ന് ഞങ്ങൾ ചോദിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ അശുതോഷ് ചേട്ടനോട് തൃശ്ശൂരുകാരനായിട്ടുള്ള അശുതോഷ് ചേട്ടനോട് നമുക്ക് ട്രെയിലർ കണ്ടതിന് ശേഷം ഉള്ള അഭിപ്രായം നമുക്ക് ചോദിക്കാം. ഒന്നും പറയാനില്ല, രോമാഞ്ച് അതാണ് മെയിൻ സാധനം. ആ യൂണിഫോമിലുള്ള ഒരു എൻട്രി അതൊരൊറ്റ സാധനം മതി വിത്ത് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. എച്ച് വിനോദിൻ്റെയാണ് ഡയറക്ഷൻ. ആ ഒരു സംഭവം ആ ഒരൊറ്റ സംഭവത്തിൽ തന്നെ അത് വേറെ ലെവലിലോട്ട് കൊണ്ടുപോയി. പിന്നെ അറിയാലോ ദളപതി വന്നു കഴിഞ്ഞാൽ തന്നെ അതാണ് കാരണം അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. പിന്നെ വേറെ ഒന്നുമില്ല സ്പെഷ്യൽ. ഇത് അശുതോഷ് ചേട്ടൻ പറയാനും കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെയും ചൈൽഡ്ഹുഡൊക്കെ ഭയങ്കര മനോഹരമാക്കിയ ഒരു സ്റ്റാറാണ് തീർച്ചയായിട്ടും വിജയ് എന്ന് പറയുന്നത്. അത് ബാക്കി ആർക്കും പകരം വെക്കാൻ പറ്റത്തില്ലാത്തൊരു ഒരു ഒരു സ്ഥാനമാണ്. ഒരു സ്പേസ് വേറൊരാൾക്കും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ദളപതി ഇസ് ദളപതി. പുള്ളി പോയാൽ അവിടെ വേറെ ആരും ഇല്ല. റീപ്ലേസ് ചില ആൾക്കാരുണ്ട്. ലാലേട്ടന് പകരം വേറൊരാൾ അവിടെ സ്പേസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മളെ ദളപതിക്കുള്ളൊരു സ്പേസ്
അത് ദളപതിക്ക് മാത്രമേ ഉള്ളൂ. മലയാളികൾ കൊടുത്തിട്ടുള്ള ഒരു സ്പേസും ഉണ്ട്. അതാ അത് നിൽക്കും. അത് എന്നും 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 മനസ്സിൽ കാണും. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഗൂസ് ബംസ് ആയിരുന്നു. കുറച്ച് ഇമോഷണൽ മനസ്സിങ്ങനെ ഒന്ന് തട്ടുകയും ചെയ്തു. കാരണം ഇതുപോലൊരു സിറ്റുവേഷൻ ഇല്ലല്ലോ എന്നുള്ളൊരു സാധനം. കാരണം പണ്ടൊക്കെ ഒരുപാട് ഈ 12 മണിക്ക് ഇങ്ങനെ റിലീസാകുന്ന സമയത്തൊക്കെ കുത്തിയിരുന്ന് ഉറക്കമുളച്ചിരുന്ന് കണ്ടിട്ടുണ്ട്. ഇനി അടുത്തൊരു വർഷം മുതൽ ഇങ്ങനൊരു അപ്ഡേഷൻ ഇല്ലല്ലോ, ഇങ്ങനൊരു ടീസർ വരില്ലല്ലോ, പുള്ളിയുടെ ബർത്ത്ഡേക്ക് അങ്ങനെ ഒരു പോസ്റ്റർ വരില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ എന്തോ ഒരു ഇൻകംപ്ലീറ്റ് വരുന്നുണ്ട്. ലൈഫിൽ എന്തോ ഒരു സാധനം പോയ പോലത്തെ ഒരു അവസ്ഥ വരുന്നുണ്ട്. അത് പേഴ്സണലി എനിക്ക് നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് കുറേ പേർക്ക് അറിയായിരിക്കും ഞാൻ അത്രത്തോളം പുള്ളിയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ഭയങ്കര ഒരു ഇമോഷണൽ മൊമെൻറ്റും കൂടിയാണിത്. സോ ആ ഒരു സമയം ആയതുകൊണ്ടാണ് ഞാൻ രണ്ടുപേരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്തു, നമുക്കൊന്ന് റിയാക്ഷനിലിരിക്കാം, സംസാരിക്കാം, റിയാക്ട് ചെയ്യാം എന്നുള്ളത് കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ പിടിച്ചിരുത്തിയതാണ് രണ്ടുപേരും. പക്ഷേ തന്നതൊരു ഫസ്റ്റ് റോർ എന്നാണ് അവർ പേരിട്ടത്. അപ്പോൾ ഫസ്റ്റ് ഒരു പോസ്റ്ററാണോ ടീസറാണോ ട്രെയിലറാണോ അല്ലെങ്കിൽ ഗ്ലിംസാണോ എന്താണെന്നൊന്നും അറിയത്തില്ല, ഇരുത്തി. പക്ഷെ വന്നൊരു സാധനം അത് ഗംഭീരം. അത്രേ പറയാനുള്ളൂ. ഇനി സൈൻ ഔട്ട് എനിത്തിങ്. Again, happy birthday, Thalapathy sir. ഹാപ്പി ബർത്ത്ഡേ അണ്ണാ. ഇത്രയും പറയാനുള്ളൂ. മനസ്സ് നിറഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ. ഇനി അടുത്ത വർഷം ഒന്നും പറയാനില്ല. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.